സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇത് കേൾക്കുന്നവർക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാനായിട്ട്, അബാപിതാവെ കേൾക്കുന്നവരുടെ ഹൃദയം തുറക്കപ്പെടുവാനായിട്ട്, അനേകരുടെ സംശയങ്ങൾക്ക് ദൂരീകരണം ഉണ്ടാകുവാനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവരെയും ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ ബൈബിൾ ക്ലാസ്സിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. ഈ സ്ക്രീൻ കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ബൈബിൾ ക്ലാസ് ആരംഭിക്കാം. ഇന്നത്തെ ബൈബിൾ ക്ലാസിന്റെ വിഷയമായി എടുത്തിരിക്കുന്നത് മരണവും നിദ്രയും തിരുവചന അടിസ്ഥാനത്തിൽ, അഥവാ മരണവും ഉറക്കവും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഡെത്ത് ആൻഡ് സ്ലീപ്പ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഹാർട്ടി വെൽക്കം ടു ഓൾ to the Saturday Bible class organized by Bethania Gospel Ministry. Bethania Gospel Ministryയുടെ ആഭിമുഖ്യത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശനിയാഴ്ച ബൈബിൾ ക്ലാസ്സിലേക്ക് ഏവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ കുറിവാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. സ്ക്രീനിൽ അത് നിങ്ങൾക്ക് ഷെയർ ആയിട്ട് ലഭിച്ചിട്ടുണ്ടല്ലോ. മലയാളത്തിൽ നമുക്ക് ആദ്യം വായിക്കാം. നാം എല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ മാസങ്ങളായിട്ട് നാം യോഹന്നാൻ എഴുതിയ സുവിശേഷം ഓരോ അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കർത്താവിന്റെ കൃപയാൽ നമുക്ക് 11ാം അധ്യായത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചു. കർത്താവ് അതിനെ സഹായിച്ചു. നാം കടന്നു വന്ന വഴിയിൽ അനേക വിഷയങ്ങളെ കുറിച്ച് പഠിക്കുവാനും നമ്മുടെ സംശയങ്ങൾക്ക് ദൂരീകരണം ഉണ്ടാകുവാനും സാധിച്ചു. വളരെ മാർമികമായ വിഷയങ്ങൾ നമുക്കിവിടെ സ്തോത്രം പഠിക്കുവാൻ കഴിഞ്ഞു. പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ പി വി ചാക്കോ അവറുകളിലൂടെയും വളരെ ശക്തമായി നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച്, ശുശ്രൂഷയെ കുറിച്ചൊക്കെ പഠിക്കുവാൻ സാധിച്ചു. മുന്നോട്ടും അദ്ദേഹത്തെ കർത്താവ് അതിനായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കുറിവാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 11ാം അധ്യായം 11 മുതൽ 15 വരെ. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും സ്തോത്രം, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നു, എങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. യേശുവോ അവന്റെ മരണത്തെക്കുറിച്ച് ആയിരുന്നു പറഞ്ഞത്. ഉറക്കം എന്ന നിദ്രയെ കുറിച്ച് പറഞ്ഞുവെന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവന്റെ അടുക്കൽ പോക എന്ന് പറഞ്ഞു. ഈ ഭാഗത്ത് നിന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വാക്കുകൾ, നിദ്ര എന്ന ഒരു വാക്കും മരണം എന്ന ഒരു വാക്കും, ഡെത്ത് ആൻഡ് സ്ലീപ്പ്. ഈ രണ്ട് വാക്കുകൾ നമുക്ക് ലഭിച്ചത്. നമ്മളിന്ന് അതേക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നതും. നിങ്ങൾ ആരെങ്കിലും ഒരാള് അതിന്റെ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഇപ്പോൾ അത് സ്ക്രീനിൽ ഷെയർ ആണല്ലോ. ആരെങ്കിലും ഒരാള് ഇംഗ്ലീഷിൽ വായിച്ചാൽ നന്നായിരുന്നു. These things he said, and after that he said to them, our friend Lazarus sleeps, but I go that I may wake him up. Then his disciples said, Lord, if he sleeps, he will get well. He will get well. However, Jesus spoke of his death, but they thought that he was speaking about taking rest in sleep. Then Jesus said to them plainly, Lazarus is dead, and I am glad for your sakes that I was not here, that you may believe. Nevertheless, let us go to him. അപ്പോൾ നമുക്ക് ഈ വായിച്ച വേദഭാഗങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി, കർത്താവ് ഈ ഒരു ഭാഗത്ത് ആ രണ്ട് വാക്കുകൾ മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നു. ഒരിടത്ത് പറയുന്നു ലാസർ നിദ്രയിലാണ്, ലാസർ ഉറങ്ങുകയാണ്. തൊട്ട് അടുത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു അവൻ മരിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് സംസാരിച്ചിരിക്കുന്നത് ലാസറിന്റെ മരണത്തെക്കുറിച്ച് തന്നെയാണ്. ലാസർ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മുടെ കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. നാറ്റം വച്ചിരിക്കുന്നുവെന്ന് നമ്മുടെ നാഥന് വ്യക്തമായിട്ട് അറിയാം. എങ്കിലോ കർത്താവ്
അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവൻ ഉറങ്ങുകയാണ്, അവൻ നിദ്രയിലാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാക്കുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ആദിയോടന്തം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. മുഴുവൻ എടുത്ത് പഠിക്കുവാൻ കഴിയില്ല എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ചുരുക്കമായ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ഈ ആധുനിക സാങ്കേതിക വിദ്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഈ ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ മരണം എന്ന വാക്കുകൊണ്ട് അഥവാ ഡെത്ത് എന്ന വാക്കുകൊണ്ടും നിദ്ര അഥവാ സ്ലീപ്പ് എന്ന വാക്കുകൊണ്ടും എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഗ്രഹിച്ചിട്ട് നമുക്ക് വിശുദ്ധ വചനത്തിലേക്ക് കടക്കുവാൻ ശ്രമിക്കാം. അതിനായിട്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ പഠിക്കാം. മരണം എന്ന വാക്കും നിദ്ര എന്ന വാക്കും നമുക്ക് പഠിക്കാം. സ്തോത്രം. ആദ്യമായിട്ട് മരണം എന്ന വാക്ക് നാം ഒന്ന് പഠിക്കുവാൻ ശ്രമിക്കുക. വാട്ട് ഈസ് ഡെത്ത്? മരണം എന്നാൽ എന്ത്? ഞാനിത് വിക്കിപീഡിയയിൽ നിന്ന് എടുത്തിട്ട് എന്റേതായ ഭാഷയിൽ അതിനെ എഴുതി ചേർത്തതാണ്. അടുത്ത സ്ലൈഡിൽ അതിന്റെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. വാട്ട് ഈസ് ഡെത്ത്? ഡിഫൈനിങ് ഡെത്ത് ഈസ് ദ ടഫസ്റ്റ് task for modern society because for every being or creature death is peculiar. For example, cockroach, earthworm, etc. When we talk of death, all of a sudden what comes to our mind is like end of the life. That's all. End of the life, that is a death. But when you take it into a particular species, to talk about a particular species, for example, earthworm. You cut an earthworm into 10 pieces, it will not die. Each piece you will find after some time that becomes another earthworm. That doesn't mean earthworm doesn't die. But if we have practically seen, for example, cockroach, you stamp on a cockroach and crush it, and you will find after some time each portion, each part of its body is still alive. It is not dead. So മരണം എന്നാൽ എന്ത് എന്നൊരു ചോദ്യം, മരണം എന്നാൽ എന്ത് എന്നത് നിർവചിക്കുന്നത് ഇന്നത്തെ ആധുനിക സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള ഒന്നാണ്. കാരണം ഓരോ ജീവിക്കും മരണം എന്ത് എന്നുള്ളത് അതാത് ജീവികളുടെ പ്രത്യേകത അനുസരിച്ചാണുള്ളത്. ഉദാഹരണത്തിന് മണ്ണിര, പാറ്റ ഒക്കെ. ഈ മണ്ണിരയെ നമ്മൾ പല കഷ്ണമായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞ് ഓരോ മണ്ണിരയും ഓരോ പുതിയ മണ്ണിരയായി തീർന്നേ കാണാം. അതിന്റെ അർത്ഥം മണ്ണിരയ്ക്ക് മരണമില്ല എന്നല്ല. മണ്ണിരയ്ക്ക് മരണമുള്ള, ജീവനുള്ളതാണ്, അതിന് മരണമുണ്ട്. പക്ഷേ നമ്മൾ അതിന്റെ മരണമെന്ന് അതിനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ അത് ജീവിക്കുക ചെയ്യുന്നത്, അത് ചാകുകയല്ല ചെയ്യുന്നത്. അതുപോലെ പാറ്റയെ നമ്മൾ ചവിട്ടി അരച്ചു കഴിഞ്ഞാലും അതിന്റെ ഓരോ ശരീരഭാഗവും ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അത് ചാവുന്നില്ല. അപ്പോൾ മരണം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നിർവചിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ എളുപ്പമാണ് മരിച്ചു എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാതെയായി എന്ന് പറയാൻ. പക്ഷേ എത്ര പ്രയാസമുള്ള ഒരു കാര്യമാണ് മരണത്തെ നിർവചിക്കുക, ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. If someone defines death as the cessation of life, there are living organisms that have no life in themselves, like viruses. Hence, when you say virus died, that does not mean virus lost its life, but it means that the virus lost its power to invade a living organism. മരണം എന്നത് ജീവന്റെ അവസാനമെന്ന് ആരെങ്കിലും നിർവചിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറസിനെ പോലെ ജീവനില്ലാത്ത സൂക്ഷ്മ ജീവികളെ കുറിച്ച് പറയുമ്പോൾ ആ നിർവചനം യാതൊരു അർത്ഥമില്ലാതെയാവും. കാരണം വൈറസിനെ പോലെയുള്ള ജീവികളുടെ കാര്യത്തിൽ മരണം അഥവാ ചത്തുപോവുക എന്നത് മറ്റ് ജീവികളുടെ ഉള്ളിൽ അവയ്ക്ക് പ്രവേശിക്കുവാനുള്ള കഴിവ്, ശക്തി ഇല്ലാതെയാവുക എന്നതാണ്. എന്ന് വെച്ചാൽ വൈറസ് അതിന് തന്നെ ജീവനില്ല. അപ്പോൾ ജീവൻ പോകുന്നതാണ് മരണം എന്ന് നാം നിർവചിക്കാൻ ശ്രമിച്ചാൽ വൈറസിന്റെ കാര്യത്തിൽ അത് ശരിയല്ല. കാരണം വൈറസിന് ജീവനില്ല. ജീവനില്ലാത്തതിന് ജീവൻ എങ്ങനെയാ പോകുന്നത്? അപ്പോൾ വൈറസ് ചത്തു എന്ന് പറയുന്നത് എങ്ങനെയാണ്?
വൈറസിന് വേറൊരു ജീവിയുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ അതിന്റെ ശക്തി നഷ്ടപ്പെടുക. വളരെ But in the case of humans, animals, and birds, death occurs when a living entity experiences irreversible cessation of all functioning. As it pertains to human life, death is an irreversible process where someone loses their existence as a person. So, മനുഷ്യൻ, ജന്തുക്കൾ, പക്ഷികൾ എന്നിവയുടെ കാര്യത്തിൽ മരണമെന്ന് നമ്മൾ പറയുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ, ആ ജന്തുവിന്റെ, ജീവിയുടെ പ്രവർത്തനങ്ങൾ ഇനി ഒരിക്കലും മടക്കി ലഭിക്കാത്ത വിധത്തിൽ നിന്നു പോവുക എന്നുള്ളതാണ് മരണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഉള്ള അവസ്ഥ ഒരിക്കലും മടക്കി വരുത്തുവാൻ കഴിയാത്ത വിധത്തിൽ നഷ്ടമാവുക. നമ്മളൊരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തി ഇനി ഇല്ല, ആ വ്യക്തി ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നുള്ള ഒരു അവസ്ഥ, ആ അവസ്ഥയ്ക്കാണ് മരണമെന്ന് പറയുന്നത്. നമ്മൾക്ക് പറയാറുണ്ട് ലോകത്തിൽ നിന്ന് നീക്കപ്പെട്ടു എന്ന്, അല്ലെ ജീവനിൽ നിന്ന് നീക്കപ്പെട്ടു എന്ന് മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡെത്ത് അഥവാ മരണം എന്ന ഒരു വാക്കുകൊണ്ട് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ അടുത്ത വാക്ക് കുറച്ച് അടുത്ത് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. സ്ലീപ്പ്. വാട്ട് ഈസ് മെന്റ് ബൈ സ്ലീപ്പ്? ഉറക്കം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ അത് ഇവിടെ കൊടുക്കുന്നു. സ്ലീപ്പ് is a naturally recurring state of mind and body characterized by altered consciousness, relatively inhibited sensory activity, reduced muscle activity, and inhibition of nearly all voluntary muscles, reduced interactions with surroundings. എന്ന് വെച്ചാൽ മനസ്സിന്റെയും ശരീരത്തിന്റെയും പ്രകൃതിദത്തമായ മുടക്കമില്ലാതെ നടക്കുന്ന സമയാസമയങ്ങളിൽ തുടർന്ന് വരുന്നതായ ഒരു പ്രത്യേക അവസ്ഥയാണ് ഉറക്കം എന്ന് പറയുന്നത്. ഈ ഉറക്കത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ അവസ്ഥയില് ഇത് ഒരു മാറ്റപ്പെട്ട ബോധ അവസ്ഥയാണ്. നമ്മളുടെ ബോധത്തിന്റെ, നമ്മളെല്ലാം ഇപ്പോൾ ബോധത്തിലിരിക്കുന്നത്. എന്നാൽ ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മളുടെ ഇതേ ബോധത്തിന്റെ വേറൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ എന്താണുള്ളത്? ഈ അവസ്ഥയില് നമുക്ക് സ്പർശനം തിരിച്ചറിയാൻ സാധിക്കില്ല. നമ്മളെ ആരെങ്കിലും സ്പർശിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മളുടെ പേശികളുടെ പ്രവർത്തനം വളരെ മന്ദ അവസ്ഥയിലായിരിക്കും. അവയൊക്കെ റിലാക്സ് ചെയ്യും, വിശ്രമിക്കും. അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചോ നമ്മുടെ സാഹചര്യങ്ങളെ കുറിച്ചോ അറിയുവാനോ, നമ്മുടെ ചുറ്റുപാടിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ പ്രതികരിക്കുവാനോ, നമുക്ക് സ്വയമേ പ്രതികരിക്കുവാനോ കഴിയാത്ത അവസ്ഥ, ഇതിനെയാണ് ഉറക്കം എന്ന് പറയുന്നത്, സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി അവസ്ഥയാണ്. നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചത് മനസ്സിലാവും. സ്ലീപ്പ് is a temporary status and death is permanent. ഇതാണ് നമുക്ക് ഈ രണ്ട് വാക്കുകൾ, ഡെത്ത് മരണം എന്നതും നിദ്ര എന്നതുമായ ഈ രണ്ട് വാക്കുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇതാണ്. സ്തോത്രം. Death refers to a permanent state and sleep refers to a temporary സ്റ്റാറ്റസ്. അപ്പോൾ കർത്താവ് നാം വായിച്ചതായ കുറിവാക്യത്തില് നമ്മളുടെ റൂട്ട് വേഴ്സില് ലാസർ ഈസ് സ്ലീപ്പിംഗ് എന്ന ഒരു വാക്ക് ഉപയോഗിച്ചത് നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. അവൻ പെർമനന്റ് ആയിട്ട് മരിച്ചതല്ല, അവൻ മരിച്ചിരിക്കുന്നത് താൽക്കാലികമായാണ്. എന്ന് വെച്ചാൽ അവൻ ആ മരണത്തിൽ നിന്ന് തിരികെ അവന്റെ ജീവനെ പ്രാപിക്കുവാൻ പോവുകയാണ് എന്ന അർത്ഥത്തിലാണ് കർത്താവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലാസർ മരിച്ചിരിക്കുന്നു, ലാസർ അവന്റെ ശരീരത്തിന്റെ പ്രവർത്തനമെല്ലാം നിന്നിരിക്കുന്നു. മടങ്ങി വരുവാൻ കഴിയാത്തതുപോലെ അവന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇനിയും അവന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയില്ല. പക്ഷേ അവിടെ നിൽക്കട്ടെ, അവൻ ഉറങ്ങുകയാണ്. കാരണം ഞാൻ അങ്ങോട്ട് ചെന്ന് അവനിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നതായ ആ ജീവനെ,
അവന്റെ പ്രവർത്തനത്തെ, അവന്റെ പ്രവർത്തനക്ഷമയെ ഞാൻ അവന് മടക്കി കൊടുക്കാൻ പോവുക. കാരണം ഞാൻ ജീവന്റെ നാഥനാണ്. ഐ ആം ദ ലോർഡ് ഓഫ് ലൈഫ് ആൻഡ് ഐ ആം ദ ലൈഫ്. ഇതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കർത്താവ് ഇത് പറയുന്നത് ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നില്ല. ശിഷ്യന്മാർ വിചാരിക്കുന്നത് കർത്താവ് പറഞ്ഞതുപോലെ അവർ ഉറങ്ങുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം നമ്മൾ പഠിക്കേണ്ടത്. നിദ്ര എന്നും, സ്തോത്രം, അതുപോലെ മരണം എന്നും ഉള്ളതായ ആ കാര്യം പഠിക്കേണ്ട ആവശ്യം അതുകൊണ്ടാണ്. സ്തോത്രം. ഈ രണ്ട് വാക്കുകള് വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യോടന്തോളം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മാറി മാറി ഉപയോഗിക്കപ്പെടുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നാം ഈ പദങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ആ സാഹചര്യം അനുസരിച്ച് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. We have to grasp what is the real meaning of the usage related with the circumstances. അതിന്റെ circumstantial ആയിട്ടുള്ളതായ, കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ളതായ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മൾ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ, വിശുദ്ധ വചനം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അത് ഗ്രഹിക്കുവാൻ കഴിയും. ഇനി നമുക്ക് അടുത്തതായിട്ട് വിശുദ്ധ വചനത്തിൽ ഈ പ്രയോഗങ്ങൾ എങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് നമുക്കൊന്ന് ഗ്രഹിക്കുവാൻ ശ്രമിക്കാം. എല്ലാവർക്കും വായിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ വചനത്തില് എവിടെയാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, അത് എന്തർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഇൻ ദ ഹോളി ബൈബിൾ ദ വേർഡ് ഡൈ ഓർ ദ വേർഡ് ഡെത്ത്, മരണം എന്നുള്ള ആ വാക്ക് ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ്. In the book of Genesis chapter 2 verse 15 to 17, you will find the first usage of the word death or die. It is written, and the Lord God took the man and put him into the garden of Eden to dress it and to keep it. And the Lord God commanded the man, saying, of every tree of the garden thou mayest freely eat, but of the tree of the knowledge of good and evil thou shalt not eat of it, for in the day that thou eatest thereof thou shalt surely die. വളരെ വ്യക്തമാണ്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നമുക്കൊക്കെ വളരെ സംശയം ഉളവാക്കുന്ന ഒരു വേദഭാഗമാണിത്. So far there are many of us who could not yet understand what did God really mean. കർത്താവ് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ വ്യക്തമാക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമുള്ള ഒരു ഭാഗമാണിത്. ദൈവമക്കളുടെ പ്രത്യേകിച്ച് നാം വിശുദ്ധ വചനം പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ, ആരംഭത്തിൽ തന്നെ ഉൽപ്പത്തി പഠിച്ചു വരുമ്പോൾ തന്നെ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾക്ക് ഒരു ചിന്താകുഴപ്പം ഉണ്ടാക്കുന്ന ഭാഗമാണ്. കാരണം ആദാമിനോട് കർത്താവ് പറഞ്ഞു, നന്മയെയും തിന്മയെയും തിരിച്ചറിയുവാൻ കഴിയുന്ന ഈ മരത്തിന്റെ ഫലം നീ ഭക്ഷിക്കുന്ന ദിവസം, ആ ഭക്ഷിക്കുന്ന നിമിഷം തന്നെ നീ മരിക്കുമെന്ന്. പക്ഷെ നമുക്കറിയാം ആദം മരിച്ചത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ്, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ആദം മരിക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ നാം മരണം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് വളരെ പ്രയാസമാണ് മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് തന്നെ ആരോട് നാം സംശയം ചോദിച്ചാലും പെട്ടെന്ന് ഉടനടി ഒരു ഉത്തരം നമുക്കറിയാം. We know the moment we ask this doubt to any pastor or any man of God, all of a sudden they will abruptly tell you, all of a sudden they will tell you that it is the spiritual death. So now we have another doubt, what is spiritual death? ആരോട് ചോദിച്ചാലും പെട്ടെന്ന് പറയും അത് ആത്മീയ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത സംശയം വരികയാണ്, ഈ ആത്മീയ മരണം എന്താണ്? അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗത്തോട് ബന്ധപ്പെടുത്തി പുതിയ നിയമത്തിൽ വളരെ ഭംഗിയായ ഒരു വചനഭാഗമുണ്ട്. നമുക്ക് ആ ഭാഗം ഇപ്പോൾ
പഠിക്കാം. അപ്പോൾ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാകും. സ്തോത്രം. നമുക്കറിയാമല്ലോ, നമുക്ക് വിശുദ്ധ വചനത്തിൽ സംശയം ഉണ്ടാകുമ്പോൾ വചനം തന്നെ അതിന് ഉത്തരം തന്നിരിക്കും. അതുകൊണ്ട് വചനത്തിൽ ഏത് ഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഉൽപ്പത്തി 2:15 ബന്ധപ്പെട്ട്, അല്ലെ ഉൽപ്പത്തി 2:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളോട് ബന്ധപ്പെട്ട ഉള്ളത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മരണം എന്ന വാക്ക് നമുക്ക് എങ്ങനെ പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ശ്രമിക്കാം. അതിനായിട്ട് നമുക്കൊരു വചനഭാഗത്തേക്ക് കടക്കാം. സ്തോത്രം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടക്കുന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും. ഓക്കെ, അടുത്ത ഇംഗ്ലീഷില് ഇറ്റ് ഈസ് റിട്ടൺ, ആൻഡ് യു ഹാത്ത് he quickened who were dead in trespasses and sins, wherein in time past ye walked according to the course of this world, according to the prince of the power of the air, and the spirit that now worketh in the children of disobedience, among whom also we all had our conversation in times past in the lusts of our flesh, fulfilling the desires of the flesh and of the mind, and were by nature the children of wrath, even as others. But God, who is rich in mercy, for his great love wherewith he loved us, even when we were dead in sins, hath quickened us together with Christ. By grace you are saved. ഇവിടെ നമുക്ക് ആ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഒന്നാമത് എന്താ എഴുതിയിരിക്കുന്നത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും. വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തിയിൽ ഏത് വാക്കാണോ ഉപയോഗിച്ചത് അതേ വാക്കാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. മരിച്ചവരായിരുന്നു. എങ്ങനെ മരിച്ചവരായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും. You were dead in sins and trespasses. അപ്പോൾ ഈ മരണം ഏത് മരണമാണ്? നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചല്ലോ, മരണം എന്ന് പറയുന്നത് ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത മനുഷ്യന്റെ ഒരു അവസ്ഥ. അതാണ് മരണം എന്ന് വെച്ചാൽ മനുഷ്യന് സ്വയം മടങ്ങി വരുവാൻ കഴിയാത്ത ഒരവസ്ഥ, അതാ മരണം. അപ്പോൾ ഇവിടെ അതിക്രമങ്ങളിലും പാപങ്ങളിലും നാം മരിച്ചവരായിരുന്നു. ഉൽപ്പത്തിയിലേക്ക് പോയി നോക്കിക്കേ, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദം അത് തിന്നു. അപ്പോൾ ആദം മരിച്ചു. എങ്ങനെ മരിച്ചു? അതിക്രമങ്ങളാലും പാപങ്ങളാലും. ആദം പാപത്തിൽ മരിച്ചു. ശരീരത്തിൽ ജീവിക്കുന്നു, ആദം പാപത്തിൽ മരിച്ചിരിക്കുന്നു. ഇതാണ് ദൈവമായ കർത്താവ് ഉൽപ്പത്തിയില് അവരോട് പറഞ്ഞതായ കാര്യം. നീ ഈ പഴം, എന്നെ നീ ധിക്കരിക്കുന്ന ദിവസി, the day you disobey me, you shall be dead unto sin. You shall be dead in sin. നീ ആ നിമിഷം പാപത്തിൽ മരിക്കും. അല്ല, ശരീരത്തിൽ മരിക്കും എന്നല്ല പറഞ്ഞത്. എന്ന് വെച്ചാൽ ആ നിമിഷം മുതൽ നിനക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ, സ്വയമേ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നീ മാറ്റപ്പെടും. You will be transformed to a state from which you shall not be able to return to me with your own effort. നിന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് എങ്കിലേക്ക് തിരിച്ചു വരുവാൻ കഴിയാത്ത വിധത്തിൽ നീ മരിക്കും. നിന്റെ അവസ്ഥയായി തീരും. മനസ്സിലാവുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് നീ മരിക്കും എന്ന് പറഞ്ഞതിന്റെ ആശയം നമുക്ക് വ്യക്തമായി കിട്ടുന്നത് പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നതായി വാക്യങ്ങളാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ആര്? നമ്മൾ സ്വയം ഉയർത്തെഴുന്നേറ്റ് വന്നതല്ല. ഇത് തന്നെ നമ്മുടെ റൂട്ട് വാക്യവുമായിട്ട്, നമ്മുടെ കുരുവാക്യമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ
ലാസർ ഇപ്പോൾ നിദ്രയിലാണ്, ഉറക്കത്തിലാണ്. അവൻ മരിച്ചിരിക്കുന്നു. അവന് സ്വയം എഴുന്നേറ്റ് വരുവാൻ കഴിയില്ല. ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് വെച്ചാൽ ലാസറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവന് സ്വയം തിരികെ ജീവനിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അവൻ കുറച്ചു സമയത്തേക്ക് ആ അവസ്ഥയിൽ ആയിരിക്കത്തുള്ളൂ. കാരണം ഞാനിവിടെ ഉണ്ട്, ജീവന്റെ നാഥനായ ജീവദായകനായ ഞാനിവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവനെ ആ ഉറക്കത്തിൽ നിന്ന്, ആ മൃതാവസ്ഥയിൽ നിന്ന് ഉണർത്തുവാൻ പോവുകയാണ്, തിരികെ ജീവനിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവത്തിന്റെ സഹായമില്ലാതെ പാപത്തിൽ മരിച്ച ഒരു വ്യക്തിക്ക് ജീവനിലേക്ക് മടങ്ങി വരുവാൻ കഴിയില്ല. ഇതിനെയാണ് വിളിക്കുന്നത് ആത്മാവിന്റെ മരണമെന്ന്. സ്തോത്രം. ആത്മാവിന്റെ മൃതാവസ്ഥ എന്ന് വിളിക്കുന്നത്. ഇനിയും അത് നമ്മൾ മുന്നോട്ട് വായിക്കണം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധീപനായവനെയും അനുസരിച്ച് നടന്നു എന്ന് വെച്ചാൽ, നീ ആത്മാവിൽ മരിച്ചിരിക്കുമ്പോഴും, നീ പാപത്തിൽ മരിച്ചിരിക്കുമ്പോഴും നിന്റെ ശരീരം ജീവിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി കാണിക്കുക. നിന്റെ മനസ്സ് ജീവിച്ചിരിക്കുന്നു, ശരീരവും മനസ്സും വ്യക്തമായിട്ട് ജീവിച്ചിരിക്കുന്നു. ജീവിച്ചിരുന്ന എന്താ ചെയ്യുന്നത്? ആ പാപത്തിന്റെ അധീപനായവനെ സേവിച്ച് നടക്കുന്നു. ഉൽപ്പത്തിയിലേക്ക് പോയെ, നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്ന നിമിഷം ആദവും ഹവ്വായും അവർ പാപത്തിൽ മരിച്ചു. ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നു, മനസ്സിൽ ജീവിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവർ പാപത്തിന്റെ അധീപനായ സാത്താന അടിമയായിട്ട് ജീവിക്കുന്നു. ദൈവത്തിന്റെ സഹായമില്ലാതെ അവർക്ക് ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തല തകർത്ത് നിങ്ങളെ അവന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കുമെന്ന്. അതുകൊണ്ടാണ് 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് വലിയ വാഗ്ദത്തം കൊടുക്കുന്നത്. സ്ത്രീയുടെ സന്തതി അഥവാ കർത്താവ് യേശു ക്രിസ്തു, കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യകുലത്തിന് പാപത്തിൽ മരിച്ച അവസ്ഥയിൽ നിന്ന്, ആ മൃതാവസ്ഥയിൽ നിന്ന് നിത്യജീവന്റെ അവസ്ഥയിലേക്ക് മടങ്ങി വരുവാൻ കഴിയും. ഇനിയും താഴോട്ട് വായിക്കുമ്പോൾ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ ബാക്കിയുള്ള ഭാഗം. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെയാണ് നമ്മെ കർത്താവ് ജീവിപ്പിച്ചത്. നമ്മെ ജീവിക്കുവാനായിട്ട് പിതാവായ ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. എന്തുകൊണ്ട്? നമ്മോടുള്ള മഹാസ്നേഹ നിമിത്തം. ഇനി മുന്നോട്ട് പോകുമ്പോൾ, ഇനി നമ്മൾ മരണത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, മരണം എന്നതുകൊണ്ട് കൂടുതലും വിശുദ്ധ വചനത്തിൽ ഉദ്ദേശിക്കുന്നത് ആ പാപത്തിലുള്ള മൃതാവസ്ഥയാണ്. ശരീരത്തിലുള്ള മരണത്തെ കുറിച്ചുള്ള കൂടുതലും ആത്മാവിന്റെ മൃതാവസ്ഥയാണ് കൂടുതലും അത് കാണിക്കുന്നത്. ഇനിയും നിദ്ര എന്നൊരു ഭാഗം നമുക്ക് എടുക്കാം. ഇതൊക്കെ നമുക്ക് വളരെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വായിക്കുന്ന ഉരുവിടുന്ന ഒരു ഭാഗമായി, നമ്മൾ കേൾക്കുന്ന ഭാഗമാണ്. 1 Thessalonians chapter 4 verse 13 to 16. One of you can please read it in English. 1 Thessalonians, you can read it in your Bible. 1 Thessalonians chapter 4 verse 14 to 16. മലയാളത്തിൽ ഒരാൾ വായിക്കാൻ തയ്യാറായിട്ടിരുന്നോണം. 1 തെസലോനിയർ 4-ാം അധ്യായം 14 മുതൽ 16 വരെ വാക്യങ്ങൾ. We believe that Jesus died and rose again, and so we believe that God will bring with Jesus those who have fallen asleep in him. According to the Lord's own word, we tell you that we who are still alive, who are left till the coming of the Lord, will certainly not precede those who have fallen asleep. For the Lord himself will come down from heaven with a loud command, with the voice of the archangel, and with the trumpet call of God, and the dead in Christ will rise first. Amen. Amen. മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ
അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്കും മുമ്പാകെയല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർന്നേൽക്കുകയും ചെയ്യും. സ്തോത്രം. സഹോദരങ്ങളെ, ഇവിടെ നിദ്ര എന്നും അഥവാ ഉറക്കമെന്നും മരണം എന്നും മാറി മാറി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ഓർത്തു നോക്കിയേ. ഉറങ്ങുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് നമുക്ക് യോഹന്നാന്റെ കുറിവാക്യത്തിലേക്ക് പോകാം. ലാസർ ഉറങ്ങുകയാണ്, ലാസർ നിദ്രയിലാണ്. ഇനിയും യേശു മരിക്കുകയും നോക്കിയേ, യേശുവിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ മരിച്ചു എന്ന, യേശു നിദ്ര കൊള്ളുകയും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശു മരിച്ചു എന്ന് വെച്ചാൽ മനുഷ്യനായി പിറന്ന യേശു തനിക്ക് സ്വയം ജീവനിലേക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത വിധത്തിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടു. നമ്മൾ ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാകും വ്യക്തമായിട്ട്. പുത്രനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി, പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ വ്യാപാര ശക്തിയാണ് യേശുവിന്റെ ശരീരം അടക്കിയിരുന്നതായ കല്ലറയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കല്ലറയിലെ കല്ല് മാറ്റി യേശുവിന്റെ ശരീരത്തെ, മനുഷ്യ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി ആ കല്ലറയ്ക്ക് പുറത്തു കൊണ്ടുവന്നു. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും, വീണ്ടും ഓർത്തു നോക്കി, ഇവിടെ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ, വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ എഴുതിയിരിക്കുന്ന എന്താ? നിദ്ര കൊള്ളുന്നവരെന്നാ. എന്ന് വെച്ചാൽ നമ്മുടെ മരണം, വിശ്വാസിയുടെ മരണം, മനുഷ്യന്റെ മരണം ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത വിധത്തിലുള്ളതല്ല. ദൈവത്തിന്റെ മഹാശക്തിയോടെ നാമൊക്കെയും ജീവനിലേക്ക് മടങ്ങി വരും, നമ്മുടെ ശരീരം ഉയർപ്പിക്കപ്പെടും എന്നാണ് അവിടെ നിദ്ര കൊണ്ട് അർത്ഥമാക്കുന്നത്. യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്ന നാം നിദ്ര കൊണ്ടവർക്ക് എന്ന് വെച്ചാൽ മരിച്ചവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, അടുത്ത നോക്കിയേ, ക്രിസ്തുവിന്റെ കാര്യം പറയുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആ വാക്ക് മാറി ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഈ ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറയുന്നത് മുകളിൽ പറയുന്ന നിദ്ര കൊണ്ടവരെ കുറിച്ചാണ്. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ആ നിദ്ര എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യകുലത്തെ മുഴുവനാ കാണിച്ചിരിക്കുന്നത്, എല്ലാ മനുഷ്യരെയും. എന്നാൽ താഴെ ഒരു കൂട്ടരെ കുറിച്ച് മാത്രം പറയുമ്പോൾ മരിച്ചവരെന്നാ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് വെച്ചാൽ ഈ നിദ്രയിലായിരിക്കുന്ന ഒരു കൂട്ടർ ഉണ്ടല്ലോ, അവർ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ അതിൽ വേറൊരു കൂട്ടർ ഉയർത്തെഴുന്നേൽക്കയില്ല. അങ്ങനെ രണ്ട് ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണാം. ഒന്നാം മരണം, രണ്ടാം മരണം, ഒന്നാം പുനരുത്ഥാനം, രണ്ടാം പുനരുത്ഥാനം. അപ്പോൾ ഈ നിദ്ര കൊണ്ടിരിക്കുന്ന അനേകരിൽ നിന്ന് ക്രിസ്തുവിൽ മരിച്ചവർ, അപ്പോൾ അവിടെ മരണം എന്ന വാക്കിന് ഒരു ഡിഗ്രി കൂട്ടിയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ആ മരിച്ചവർ എന്ത് ചെയ്യും? വേഗം എഴുന്നേൽക്കും. കർത്താവിന്റെ വരവെങ്കിൽ വേഗം എഴുന്നേൽക്കും. നമുക്ക് പെട്ടെന്ന് ലാസറിലേക്ക് ഒന്ന് വരാം. ലാസർ സാധാരണ മനുഷ്യനെ പോലെ തന്നെ നിദ്ര കൊണ്ടിരിക്കുന്നവനാണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവനാണ്. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു നടന്ന് അവന്റെ കല്ലറയ്ക്ക് മുമ്പിൽ എത്തുന്ന ദിവസം, ആ കല്ലറയ്ക്ക് മുമ്പിൽ എത്തുന്ന നിമിഷം അവൻ മരിച്ചവനാകിയാൽ
ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ മരിച്ചവനാകയാൽ അവൻ യേശുവിന്റെ ആ വിളിയിൽ ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ഈ ലാസറിന്റെ കഥയും ലാസറിനെ ഉയർപ്പിച്ചതായ ആ സംഭവവും, അത് ഉപമയല്ല കേട്ടോ, ആ സംഭവമാണ്. ചിലർ അതിന് ഉപമ എന്ന് പറയാണ്ട്, ലാസറിന്റെ ഉപമ അല്ല, ലാസറിനെ ഉയർപ്പിച്ച സംഭവവും ഈ തെസ്സലോനിയർ 1 തെസ്സലോനിയർ 4:13-16 വരെയുള്ള സംഭവം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് വളരെ അതിൽ ഉൾക്കാഴ്ച ലഭിക്കും. സ്തോത്രം. കാരണം ഈ 2 വാക്യങ്ങളിലും നിദ്ര എന്നും മരണം എന്നും ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവ് തന്നെയാണ്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു അത് നേരിട്ട് പറഞ്ഞുവെങ്കിൽ തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ അത് പറഞ്ഞിരിക്കുന്നു. വ്യക്തമാണ്. രണ്ടും ദൈവത്തിന്റെ വചനം തന്നെയാണ്. സ്തോത്രം. അപ്പോൾ നമുക്ക് വളരെ അടുത്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. മുന്നോട്ട് നാം നോക്കുമ്പോൾ സ്തോത്രം, ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ നാം മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ ഇടയ്ക്കൊക്കെ നാം കണ്ടുമുട്ടുന്ന ഈ 2 വാക്കുകൾ, മരണമെന്നും നിദ്രയെന്നും. പഴയ നിയമത്തിൽ മരണമാണ് കാണുന്നത്, എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നിദ്ര എന്നുകൂടെ കാണുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ കൂടുതലും ഭൗതികമായ ശാരീരികമായ പ്രക്രിയയെ, ഫിനോമിനെ കാണിക്കുവാനാണ് മരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ മരിച്ചു, അല്ലെ അവനെ കൊന്നു, യഹോവ അവനെ കൊന്നു, അവൻ മരിച്ചു എന്ന് ശൗൽ രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന ആ മരണം നമുക്കിപ്പോൾ മനസ്സിലായി എന്താണെന്ന്. ആ മരണം ശരീരത്തിൽ ഉള്ള മരണം അല്ല, പിന്നെ എന്താണ്? പാപത്തിൽ ആദാമിന്റെയും ഹവ്വയുടെയും ആത്മാവ് മൃതാവസ്ഥയിലായിരിക്കുന്നു. എന്ന് വെച്ചാൽ ആ നിമിഷം വരെ ദൈവത്തിന് അധീനമായിരുന്ന, that which was under the direct effect and control of God, എന്ത് പറ്റി? ഒരു നിമിഷം കൊണ്ട് it has got under Satan, the ruler of sin. അതാണ് സംഭവിച്ചത്. അവർ പാപം ചെയ്ത നിമിഷം, ദൈവത്തെ ധിക്കരിച്ച നിമിഷം, അവരുടെ ആത്മീയ ജീവൻ ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ ഐക്യതയിൽ നിന്ന്, ദൈവവുമായിട്ടുള്ളതായ ആ കമ്മ്യൂണിയൻ, അതാണ് എന്റെ കറക്റ്റ് വാക്ക്, ദൈവവുമായിട്ടുള്ളതായ ആ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, ഇറ്റ് ഗോട്ട് ഡിറ്റാച്ച്ഡ് ഫ്രം ദ കമ്മ്യൂണിയൻ ഓഫ് ഗോഡ് and got attached to the communion with Satan. So അവര് ആ നിമിഷം പാപത്തിൽ മരിച്ചു. മുന്നോട്ട് വരുമ്പോൾ ആ മരിച്ച ആ മരണം, ആദവും ഹവ്വായിലൂടെ സംഭവിച്ച മരണം, എല്ലാ മനുഷ്യരിലും കൂടെ കണ്ടിന്യൂ ചെയ്ത് സ്തോത്രം എവിടെ വരെ എത്തി? പാപ പരിഹാര ബലി വരെ എത്തി. ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണത്തിങ്കിൽ താൽക്കാലികമായി പാപത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന ബലിയിലേക്ക് അത് കടന്നു വന്നു. അവിടെ കുഞ്ഞാടിന്റെയും അതുപോലെ പശുക്കിടാവിന്റെയും പ്രാവിന്റെയും മൂരിക്കുട്ടന്റെയും ഒക്കെ രക്തം ചൊരിഞ്ഞ് മനുഷ്യന്റെ പാപത്തിന് താൽക്കാലിക പരിഹാരം ഉണ്ടാക്കി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും അവൻ മൃതാവസ്ഥയിൽ. ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ പാപമൃഗത്തിന്റെ തലയിൽ കൈവച്ച് ഇസ്രായേലിന്റെ പാപം അതിന്റെ തലമേൽ ചുമത്തി അതിനെ ബലി അർപ്പിക്കുന്ന നിമിഷം മുതൽ അവൻ മൃതാവസ്ഥയിൽ നിന്ന് ജീവാവസ്ഥയിലേക്ക്, അവർ വീണ്ടും പാപം ചെയ്യുന്നു, വീണ്ടും വീഴുന്നു. ഇങ്ങനെ തുടർന്ന് വന്ന പാപ പരിഹാര ബലികളിലൂടെ ഒരുവിധം ജീവനോടെ ആത്മീയ ജീവൻ നിലനിർത്തുവാൻ സാധിച്ചു. എന്നാൽ അത് ഇറ്റ് വാസ് നോട്ട് എ പെർമനന്റ് സൊല്യൂഷൻ. സോ ഗോഡ് ബ്രോട്ട് എ പെർമനന്റ് സൊല്യൂഷൻ. He decided to sacrifice his own begotten son
Christ Jesus for the once and all remission of the sin of the world that was brought in by the disobedience of Adam and Eve. He decided to do away with this death that happened in spirit through the once and for all death of Christ Jesus on the cross of Calvary. യേശുവിന്റെ കാൽവരി കുരിശിലുള്ള ഒരിക്കൽ മാത്രമായുള്ള ആ പാപ പരിഹാര ബലി മരണത്തിലൂടെ ആദം ഹവ്വായിലൂടെ ലോകത്തിലേക്ക് കടന്നു വന്ന ആത്മീയ മരണത്തിന് പൂർണ്ണമായ ഒരു നീക്കുപോക്ക് ദൈവം ഉണ്ടാക്കി. അതാണ് കർത്താവിന്റെ കുരിശിലെ ബലി എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെ ആ മരണത്തിൽ നിന്ന് ഇപ്പോൾ മനുഷ്യൻ നിദ്രയിലേക്കാണ് കടക്കുന്നത്. നാം സാത്താന് വേണ്ടി മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ദാനമായി നമ്മിൽ തന്നിരിക്കുന്ന വിശ്വാസം പ്രയോജനപ്പെടുത്തി നാം യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവനിൽ വിശ്വസിച്ച് നിത്യജീവന് അവകാശികളായി തീർന്ന നിമിഷം സാത്താനു വേണ്ടി ഉള്ള അല്ലെ സാത്താനുമായി ബന്ധപ്പെടുത്തിയുള്ള ആ മൃതാവസ്ഥയിൽ നിന്ന് നാം അവന് പാപത്തിന് എല്ലാ കാലത്തേക്കും മരിച്ചവരായിട്ട് നാം ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി, ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റപ്പെട്ടവരായി, നമ്മുടെ ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുകയാണ്. നമ്മുടെ ആത്മാവിന് രൂപാന്തരം സംഭവിക്കുന്നത്. നമ്മുടെ ശരീരവും മനസ്സും അതുപോലെ തന്നെ ഇരിക്കുക. ആ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് വന്ന് നാം കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ ആരംഭിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ വീണ്ടും നാം മരിക്കുന്നതിനെ എന്താണ് പറയുന്നത്? നിദ്രയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആ നിദ്രയിൽ നിന്ന് ക്രിസ്തുവിൽ മരിച്ചവർ എന്ത് ചെയ്യും? കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടും. വളരെ വേഗം എടുക്കപ്പെടും. നൊടി നേരത്തിൽ എടുക്കപ്പെടും. കണ്ണിമയ്ക്കുന്ന നേരത്തിൽ എടുക്കപ്പെടും. മരിച്ചവരോ ആ നിദ്രയിൽ തന്നെ തുടരും. എപ്പോൾ വരെ തുടരും? വെളിപ്പാട് 20-ാം അധ്യായം അന്ത്യ ന്യായ വിധിയുടെ സമയത്ത് ഇവരെല്ലാം വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. എന്തിനു വേണ്ടി? അന്ത്യ ന്യായവിധിക്ക് വേണ്ടി, കർത്താവിന്റെ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുവാനും ന്യായവിധി നടപ്പാക്കുവാനും കുറ്റം വിധിക്കപ്പെടുവാനും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെ പിശാചും കള്ളപ്രവാചകനും സർപ്പവും കിടക്കുന്നതായ, പഴയ പാമ്പും കിടക്കുന്നതായ ഗന്ധക പൊയ്യിലേക്ക് തള്ളി ഇടപെടുവാനുമായിട്ട്. ഇതാണ് മരണം അഥവാ നിദ്ര എന്ന ഈ രണ്ട് വാക്കുകൊണ്ട് നാം പഠിക്കുന്നത്. വിശുദ്ധ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്നത്തെ ക്ലാസിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The words death and sleep are used in the Bible interchangeably, but the word death is more often used in the New Testament to denote the dead state of the spirit, and the word sleep is used to denote a temporary state of mind and body of those who are saved in Christ Jesus. മരണം, ഉറക്കം എന്നീ വാക്കുകൾ ബൈബിളിൽ പരസ്പരം മാറി മാറി ഉപയോഗിക്കുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ മരണം എന്ന പദം പലപ്പോഴും ആത്മാവിന്റെ മരിച്ച അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൽ രക്ഷിക്കപ്പെട്ടവരുടെ താൽക്കാലിക അവസ്ഥയെയും ശരീരത്തെ സൂചിപ്പിക്കുവാൻ സ്ലീപ്പ് അഥവാ നിദ്ര, ഉറക്കം എന്ന പദം ഉപയോഗിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുകയും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്ത എല്ലാവരെയും പ്രത്യേകാൽ അഭിനന്ദിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ, ഞങ്ങളുടെ ഇമെയിൽ എല്ലാം അവൈലബിൾ ആയിരിക്കും. സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കത് ഞങ്ങളെ ബന്ധപ്പെടാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് മൈക്ക് ഇനിയും ഓൺ ചെയ്യാവുന്നതാണ്. പരസ്പരം സംസാരിക്കാവുന്നതാണ്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.